സച്ചിൻ്റെ നേമത്തെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയോട് രവീന്ദ്രൻ ചൂടാവുകയാണ്. നീ എന്തിനാ ചന്ദ്രമതി കാരണം നിന്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ഡൈവോഴ്സിന് വേണ്ടി നീ പോയത്? കാരണം അവനല്ലേ കല്യാണം കഴിച്ചതും ഒരു പെണ്ണിനുമായിട്ട് 2 വർഷം ജീവിച്ചതും. നീ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ? കാരണം അവർക്ക് രണ്ടൊക്കെ വഴക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിലത് നോക്കിപ്പോക്കോളൂ. അവനെ ഡൈവേഴ്സ് കൊണ്ട് അവനല്ലേ പോകേണ്ടത്, നീയാണ് പോകേണ്ടത്. അവനെ ബുദ്ധിയില്ലാതെ അവനെ 7 ഡിഗ്രി വരെ പഠിച്ചൊരു ചെറുക്കനല്ലേ. കാരണം അപ്പോൾ അവന് ഒരു പെറ്റീഷനുമായിട്ട് വക്കീലിനെ കാണുന്നുണ്ട്, അവൻ പോകത്തില്ല. നീ എന്തിനാ തീരുമാനിക്കുന്നത്? ഓ ഇല്ല, പിന്നെ ചന്ദ്രമതി ഇല്ല, ഞാനാണ് എൻ്റെ മകൻ്റെ തീരുമാനം എടുക്കുന്നത്. കാരണം എനിക്കും ഇഷ്ടമല്ല അവളെ, അവനും ഇഷ്ടമല്ല. അവനിനി അവളെ കെട്ടുന്നില്ല, അല്ല അവളുമായിട്ട് മുമ്പോട്ട് ജീവിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയുകയാണ്. ഉടനെ പെട്ടെന്ന് ശ്രുതി വിഷമം കൊണ്ട്, കാരണം ഇത്രയും നാൾ കാണാത്തൊരു രീതിയിലുള്ളൊരു സ്വഭാവമാണ് ശ്രുതിയിൽ നിന്ന് കാണുന്നത്. ശ്രുതി പറയാണ്, അമ്മ എന്തിനും എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? കാരണം എനിക്ക് അവളെ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിൽ അമ്മ അത് ചിന്തിക്കരുത്. കാരണം അവളെന്നെ ചതിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് മറക്കാനോ പൊറുക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം ഞാൻ അത് എൻ്റെ മനസ്സിൽ ഭയങ്കര രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തോട്ട് കയറി പോകണം. ഉടനെ രവീന്ദ്രൻ ഓടി വന്നിട്ട് ചോദിക്കുക, മണ്ടി നിനക്ക് ഇപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അവൻ്റെ മനസ്സിൽ നിന്ന് അവൾ വാങ്ങിയിട്ടില്ല. എടി അവളെ ഡൈവോഴ്സ് വേണോ വേണ്ടയോ എന്ന് അവനാ തീരുമാനിക്കുന്നത്. നീ അതിന് ഇടപെട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കരുത്. ജീവിതകാലം മുഴുവൻ അവൻ നിന്നെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് നിന്നെ താഴെ ഇടും കേട്ടോ. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് മനസ്സിലാക്കുമെന്ന് പറയുവാണ്. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. വർഷ ഈ ഡബ് ചെയ്യാൻ പോയി നിൽക്കുമ്പോഴത്തേക്ക് വർഷയ്ക്ക് ഒരു പ്രഗ്നൻസി സീന്, ഡെലിവറി സീന് വർഷ കാണുമ്പോൾ തന്നെ ഇത് ഇന്നതാണ്. അതായത് ഇതിന് മുമ്പ് ചെയ്തിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പം പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ട് പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് ആ സാറോട് പറയും, സാറേ എനിക്ക് ഈ സീൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. എന്ത് വർഷം പറയുന്നതെന്ന് ചോദിച്ചാൽ, സാറേ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഡെലിവറി സീൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടാണ് എനിക്കിനി ഉറങ്ങാൻ പറ്റി, 2 ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. എനിക്കത് പറ്റത്തില്ല സാറേ എന്ന് പറയുമ്പോഴത്തേക്ക്, അത് പറ്റത്തില്ല വർഷേ, ഇത് നിൻ്റെ ജോലിയാണ്, നീ ചെയ്തേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഈ സീൻ കിട്ടിയത് കാരണം അത് അഭിനയിക്കാൻ വേണ്ടി, അത് നമ്മൾ ഡബ് ചെയ്യാൻ വേണ്ടിയാണ്, അത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് സാറേ ഈ ഒരു പ്രാവശ്യത്തേക്ക് ചെയ്യുന്നു പറഞ്ഞു വിടുകയാണ്. അകത്ത് കയറി പിന്നെ അപ്പേ എനിക്ക് പറ്റത്തില്ല അച്ഛാ, അമ്മേ അയ്യോ എന്നുള്ള രീതിയിൽ നിലവിളിക്കുന്ന ആ ഒരു സൗണ്ടും കാര്യങ്ങളെല്ലാം വർഷം എടുക്കുവാണ്. അടുത്തിട്ട് പെട്ടെന്ന് വീട്ടിൽ അപ്പം ശ്രീകാന്ത് കട്ടിലിരിക്കണം. ശ്രീകാന്തിൻ്റെ അടുത്ത് വന്ന് പെട്ടെന്ന് കട്ടിലിങ്ങനെ ചാഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് എന്താ പറ്റിയെന്ന് ചോദിക്കുക. അത് ഞാൻ ആ സാറിനോട് പല പ്രാവശ്യം പറഞ്ഞതാണ്, എനിക്ക് ഈ ഡെലിവറി സീൻ എടുക്കാൻ പറ്റത്തില്ല, അത് ഞാൻ ഡബ് ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ സാറ് സമ്മതിക്കുന്നില്ല. ഇതെങ്ങനെ തന്നെയാണ് ഇങ്ങനെ ചോദിക്കുക, എങ്ങനെ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ പോരാ, ഒരു അമ്മമാർക്ക് എൻ്റെ വേദന മനസ്സിലാകത്തില്ല, ഡെലിവറി ചെയ്യുന്ന അമ്മമാർക്ക് എൻ്റെ വേദന മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ ജോലിക്ക് ചിലപ്പോൾ പോകത്തില്ല എന്ന് പറയാം. നീ എന്തേ വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം അതൊക്കെ ഒരു ജോബല്ലേ, അതൊരു അഭിനയമല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഡബ് ചെയ്യുന്ന സമയത്ത് മാത്രമുള്ള ഇത് മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഒരു കാര്യം, ശ്രീകാന്ത് ഞാൻ എന്നെ പ്രസവിക്കത്തില്ലെന്ന് പറയാം. നീ പ്രസവിക്കത്തില്ലെന്നോ? അതെന്നെ നീ ഇങ്ങനെ പറയാൻ കാര്യം പറഞ്ഞാൽ, അല്ല ഞാൻ പ്രസവിക്കത്തില്ല അയ്യേ. അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ടൂറൊക്കെ പോയില്ലേ, അപ്പം പറയുക ഏകദേശം കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് പറയാം. എന്നെ ക്ലിയർ ആയിട്ടുണ്ട്, നീ പ്രസവിക്കും, നീ അന്ന് നമ്മളത് പോയില്ലേ, അപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പറയണേ, അത് ഇവിടെ ശ്രീകാന്ത് എന്നുള്ള രീതിയിൽ കടി ദേഷ്യപ്പെട്ടൊക്കെ ദേഷ്യം എന്നൊരു സൗന്ദര്യക്കാരന അല്ലെങ്കിൽ ചിരി കലർന്നായിട്ടുള്ള ഒരു ദേഷ്യം അങ്ങോട്ട് പ്രകടിപ്പിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പ്രസവിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, എന്താണെങ്കിലും നീ പ്രസവിക്കും, നീ ഒരു നല്ലൊരു പെൺകൊച്ചിനെ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ പ്രസവിക്കുകയും ചെയ്യും, നീ അതിൻ്റെ അമ്മയാകും, ഞാൻ എൻ്റെ അപ്പനാകും എന്ന് പറയാം. ശ്രീകാന്ത് നടക്കത്തില്ല, ഇനി ഞാൻ നിന്നെ എൻ്റെ 7 അയലോക്കത്ത് അടുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് വിടുവാണ്. അടുത്ത സീൻ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തും സച്ചിൻ ശ്രുതി ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക, അതായത് ബിയർ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് CS അറിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെന്ത് ചെയ്യും, ആ ശ്രീകാന്ത് എന്ത് ചെയ്യും, അവൻ്റെ ഭാര്യയെ പേടിച്ചിരിക്കുകയാണെന്നുണ്ട്. ഓ ഇല്ലേ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ശ്രീകാന്തും വരുവാണ്. ശ്രീകാന്ത് വന്നിട്ടുണ്ട് ചോദിക്കേണ്ടത് എന്നാ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഇത് സച്ചിയായിട്ടല്ലേ സാധാരണ ബിയറൊക്കെ മേടിച്ചത്, ഇതന്നെ കാശ് മുടക്കി
സുധിയേട്ടൻ മേടിച്ചിരുന്നേ. അതേ സച്ചി പറയാം, അതേ വേറൊന്നല്ല, അമ്മ നമ്മളെ സോപ്പിട്ട് പാർലയിടത്തേക്ക് കൊണ്ടുവരാനുള്ള മൂടാണ്, അതിന് വേണ്ടിയാണ് പോടാ എഴുന്നേറ്റ്. എന്നാൽ സ്തുതി പറയാം, നീ പോടാ എഴുന്നേറ്റ്, നമ്മൾ വിചാരിച്ചാലും നടക്കത്തില്ല, അമ്മ വിചാരിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം കൊണ്ടുവരാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് അമ്മേനെ എന്തെന്ന് നോക്കുന്നു. സുധിയേട്ടനെ പാർലയിടത്തിന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സുധിയേട്ടൻ തന്നെ തീരുമാനിക്കണം. സുധിയേട്ടൻ എന്തിനാ അമ്മയുടെ കാര്യം ചിന്തിക്കുന്ന? നീ സുധിയേട്ടൻ കൊണ്ടുവന്ന് പറയുമ്പോഴത്തേക്ക് ഇവന് പേടിയാടാ ശ്രീകാന്തേ, ഇവനും അമ്മേനെയും പേടിയാ, ശ്രുതിയെ പേടി, എല്ലാവരെയും പേടിയെന്ന്. എടാ നീ എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. കാരണം ഈ ലോകത്ത് ഭാര്യ ഇല്ലാതിരിക്കാൻ പറ്റുമോ, അമ്മ ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഇപ്പം അമ്മ പറയാണ്ട് അമ്മ ഞാൻ വിളിച്ചോണ്ട് വന്നു, ശ്രുതിയെ വിളിച്ചോണ്ട് വന്നു, അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഞാൻ വിളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവളും എല്ലാം ചെയ്യും. ഇതിപ്പം ഞാൻ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് കടന്ന് പെടുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണത്. കാരണം അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഇതിൽ ആരെ ഉൾക്കൊള്ളും, ആരെ കൂടെ നിർത്തും എന്ന് എല്ലാ ആണുങ്ങളും ചിന്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതിൻ്റെ നീ വലിയ കാര്യമായിട്ട് ഇതൊന്നും എടുക്കണ്ട, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോകാന്നുള്ളതൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പറ്റത്തില്ലടാ, ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഒരു കാര്യം പറ്റും. ഇതിൽ ആരെ തെറ്റിയതെന്ന് അറിയാമെന്ന് ആരെ തെറ്റിയത്? അപ്പം എൻ്റെ അമ്മയും തെറ്റിയത് ആരെയാണ്? ഭാര്യയും തെറ്റിയ ആരെയാണ്? അല്ലെങ്കിൽ അമ്മയും നല്ലവളാണ്, ഭാര്യയും നല്ലവളാണ്. ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് കിടന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനേ ഭാര്യയെ അവളെ ഡിവേഴ്സ് ചെയ്യും, അവളെന്നെ ചതിച്ചു, അവളെ ഡിവേഴ്സ് ചെയ്യാൻ പോകുന്ന പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയാം, ഒരുപാട് നിലപാടില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിൻ പറഞ്ഞു, അതായത് നീ ഒരു നിലപാടില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത്, നീ കാണിക്കുന്നതിലും ചെയ്യുന്നില്ലാത്ത ഒരു ലോജിക്കുണ്ട്, ലോജിക്കില്ലാത്ത പരിപാടിയില്ല. ഭാര്യ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു, ഞാൻ മാത്രം എന്താ കാരണമൊക്കെ ഉണ്ടായി എന്നുള്ള ഇത് ചോദിച്ച് നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചോന്ന് പറഞ്ഞ് നിൻ്റെ ബീറൊക്കെ കൊടുത്തിട്ട് രണ്ടുപേരും ഇറങ്ങി പോവാണ്. ഉടനെ സ്തുതി പറയണേ, ഇവിടെ ഈ വീട്ടിൽ എന്നെ കേൾക്കാൻ, എന്നെ അനുസരിക്കാൻ, എന്നെ ഇന്ന് കേട്ടിരിക്കാൻ ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞ് സ്തുതി സച്ചി അവിടെ ഇറങ്ങുവാണ്. സ്തുതി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് ബാമയുടെ വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ച് ഒരാൾ വരുവാണ്. പെട്ടെന്ന് ബാമ കഥ തുറക്കുമ്പോഴത്തേക്ക് കണ്ടത് നമ്മുടെ ശ്രുതിയിലാണ്. എന്താ ചോദിക്കുമ്പോഴത്തേക്ക് ആൻറ്റി വളരെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, വളരെ താങ്ക്സ്. എന്തിന്? അല്ല എനിക്ക് ഇൻഫർമേഷൻ തന്നില്ലേ? അപ്പം ശരിക്കും ആൻറ്റി ശ്രുതി ആൻറ്റിയുടെ കൂടെ പോയിട്ടില്ല വക്കീലിനെ കാണാൻ, ആൻറ്റിയുടെ സ്വയം ഇഷ്ടത്തിന് വേണ്ടി വക്കീലിനെ കാണാൻ പോയത്. പക്ഷെ അതിൽ അപ്പം ശ്രുതിക്ക് താല്പര്യമൊന്നുമില്ല, ആൻറ്റി നിർബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാം ഇനിയും ആൻറ്റി ഇവിടുത്തെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓട്ടം വന്നിരിക്കുകയാണ്. ഓട്ടം വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതിയാണ്. ചന്ദ്രമതി കാണുമ്പോഴത്തേക്ക് രണ്ടുപേരും ഞെട്ടും. അയ്യോ അവള് വന്നിട്ടുണ്ട്, നീ അകത്ത് കയറിപ്പോ ശ്രുതി, ശ്രുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അകത്ത് കയറിപ്പോവാണ്. അകത്ത് കയറിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ഇവള് പെട്ടെന്ന് ഓടിപ്പോയി കഥ തുറക്കാണ്. എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല നീ ഇവിടെ ശ്രുതി വന്നിട്ടുണ്ടോ, വന്നായിരുന്നു ചോദിക്കും. ഉടനെ ഇല്ല വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല നീ എന്നെ അങ്ങനെ ചോദിക്കാൻ, അല്ല ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ കേട്ടിട്ട് ശ്രുതി തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് വീട്ടിൽ അത് ശ്രുതിയെ പോയി കണ്ട്, കാരണം ഞാൻ വക്കീലിനെ കണ്ട കാര്യം ശ്രുതി അതുപോലെ പോയി അവനെ കണ്ട് ശ്രുതി സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, അവളെ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുമായിരുന്നു പറയും. എന്നത്തിന് നീ കാണുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല അവൾ ഇത്ര പരിപാടിയൊക്കെ ചെയ്തിട്ടില്ലേ, അവൾക്ക് രണ്ടടി കൊടുക്കണം, രണ്ടടി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞു. നീ അഭിനയിക്കല്ലേ ബാമേ എന്ന രീതിക്ക് പറയുമ്പോഴത്തേക്ക് പറയാം, ഇല്ല അഭിനയിക്കല്ലേ കാര്യമായിട്ട് പറയാം ചന്ദ്രമതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണല്ലേ അവളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് തോന്നുന്നില്ല, പക്ഷേ ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട് തോന്നി. എന്താ ഐഡിയ എന്ന് ചോദിച്ചു. അതൊക്കെ പറയാമെന്ന് പറയാം, നമുക്ക് റൂമിലേക്ക് ഇരിക്കാന്ന് പറയാം. റൂമിലേക്ക് ഇരിക്കുക, അയ്യോ വേണ്ട റൂമിലേക്ക് ഇരിക്കേണ്ടതെന്ന് പറയാം. പെട്ടെന്ന് ആലോചിച്ചിട്ട് അത് റൂമിൽ ശ്രുതി ഇരിക്കുകയാണല്ലോ, അപ്പോൾ എന്താ നീ റൂമിലേക്ക് ഇരിക്കേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല വേറൊന്നല്ല, അവിടെ AC വർക്കിംഗ് അല്ല ഇവിടെ ഇരിക്കാന്ന് പറയുമ്പോഴത്തേക്ക് പറയാം. ശരി എന്ന് പറയാം. അപ്പോൾ എന്താ നിൻ്റെ പ്ലാൻ ചോദിക്കുമ്പോഴത്തേക്ക് വേറൊന്നുമല്ല, മറ്റേ നീ പറഞ്ഞില്ല ഒരു സ്വാമിയാർ, ആ സ്വാമീനെ പോയി കണ്ടിട്ട് സ്വാമീനെ അടുത്ത് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാമി എന്തെങ്കിലും ജപിച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പം സ്വാമിയുടെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും, അല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാകത്തില്ല. ഞാനും പെട്ട് നിൽക്കുക, ശ്രുതിയും പെട്ട് നിൽക്കുക, കുടുംബം മുഴുവൻ പെട്ട് നിൽക്കുക. ഇപ്പം ഞാനായിട്ട് പറയുന്നതല്ല, ആരെങ്കിലും വേറെ ആൾ സ്വാമിയൊക്കെ ഇത് പറയുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടുകാരും അംഗീകരിക്കും, കാര്യങ്ങളെല്ലാം തീരുമാനം. അപ്പോൾ എങ്ങനെയും പറഞ്ഞ് ഒരു രീതിയിൽ അവളെ അവൻ നിന്ന് അകറ്റണം, അല്ലാതെ എനിക്ക് പറ്റത്തില്ല. അവളെ ഇങ്ങനെ ചതിയും വഞ്ചനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, എൻ്റെ കുടുംബത്തിനും പറ്റത്തില്ല, എൻ്റെ മോൻ അവളെ വേണ്ട, ഞാൻ പണക്കാരിയായിട്ടൊരു വേറൊരു പെണ്ണിനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് ലാസ്റ്റ് നമ്മൾ അവസാനിക്കുന്നത്. കാത്തിരി തന്നെ കാണാൻ വരുന്ന ദിവസങ്ങളെല്ലാം ഉള്ള എല്ലാ ദിവസങ്ങളും വിശേഷങ്ങൾ പങ്കിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നെ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് ഇവിടെ പറയുന്നു. താങ്ക് യു.